അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മരുഭൂമിയിലെ മഹാവസന്തം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ കാലശേഷം ആരായിരിക്കണം ഖലീഫ എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി രോഗശയ്യയിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പലരെയും വിളിച്ചു വരുത്തിയവരോട് സംസാരിച്ചു. സ്വയം ആ കാര്യം മനസ്സിലിട്ട് വീണ്ടും വീണ്ടും അദ്ദേഹം ചികഞ്ഞു നോക്കി. ഇന്നത്തെ സാഹചര്യത്തിൽ തനിക്ക് ശേഷം ഉമറിനെ അല്ലാതെ മറ്റൊരാളെ ഖലീഫയായിട്ട് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വീടിൻ്റെ ഒരു മുറിയിലിരുന്നു കൊണ്ട് പള്ളിയിൽ തടിച്ചുകൂടിയ ആൾക്കാരുണ്ട്, അവരോടായിട്ട് പറഞ്ഞു, ഞാൻ നിർദ്ദേശിക്കുകയാണ് ഉമർ ബിൻ ഖത്താബിനെ, നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കണം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. അവിടെ കൂടിയിരുന്ന സകലമാന പേരും വലുതായ ശബ്ദത്തിൽ ഒരുമിച്ച് ഒരേ ഭാവത്തിൽ പറഞ്ഞു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. അവരത്രയും അവിടെ കൂടിയ തടിച്ചുകൂടിയ സകലമാന പേരും അനുസരണ പ്രതിജ്ഞ ചെയ്തു. അനന്തരം ഖലീഫ അബൂബക്കർ ഉമർ ബിൻ ഖത്താബിനെ വരുത്തി അദ്ദേഹത്തെ ഉപദേശിച്ചു. താങ്കളെ എനിക്ക് ശേഷം ഖലീഫയായിട്ട് നിർദ്ദേശിക്കാൻ വിചാരിക്കുകയാണ്. അതിനാൽ ശ്രദ്ധിക്കണം, ഞാൻ താങ്കളെ ഉപദേശിക്കുകയാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. പകലിൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളുണ്ട്, അത് രാത്രി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും അള്ളാഹു അംഗീകരിക്കില്ല. രാത്രിയിൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ അങ്ങനെയുമുണ്ട്, അവ രാത്രിയിൽ ചെയ്യേണ്ടവയാണ്. അത് പകൽ ചെയ്യാമെന്ന് വെച്ചാലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ബാധ്യതയ്ക്ക് ശേഷമല്ലാതെ ഐച്ഛികം സ്വീകരിക്കുകയില്ല. അന്ത്യദിനത്തിൽ സുഹൃതങ്ങൾക്ക് ഊറ്റം കിട്ടുന്നത്, തൂക്കം കൂടുതൽ കിട്ടുന്നത് സത്യത്തെ പിൻപറ്റുകയും അത് പ്രാധാന്യമുള്ളതാക്കി തീരുകയും ചെയ്യുമ്പോഴാണ്. അത് പ്രാധാന്യമുള്ളതായി തീരുകയും ചെയ്യുമ്പോഴാണ്. സത്യം മാത്രം തൂക്കുന്ന ത്രാസ് അത് കനം തൂങ്ങിയേ പറ്റൂ. അന്ത്യനാളുകളിൽ ആരുടെയെങ്കിലും ത്രാസ് തൂക്കം കുറയുന്നുവെങ്കിൽ അസത്യത്തെ അനുഗമിക്കുകയും അത് നിസ്സാരമായി കരുതുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അസത്യം മാത്രം തൂക്കുന്ന ത്രാസ് തൂക്കം കുറഞ്ഞേ വരൂ. അള്ളാഹു സ്വർഗവാസികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ സുഹൃതങ്ങൾ കൂടി വിവരിച്ചുകൊണ്ടാണ് അവരെ പരാമർശിച്ചിരിക്കുന്നത്. അവരുടെ കുറ്റങ്ങൾ അവൻ മാപ്പാക്കിയിരിക്കുന്നു. അവരനുസ്മരിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ അവരുടെ കൂട്ടത്തിൽ പെട്ടുകിട്ടുകയില്ലേ എന്ന്. അള്ളാഹു നരകവാസികളെക്കുറിച്ച് പറഞ്ഞപ്പോഴോ അവരുടെ ഏറ്റവും ദുഷിച്ച കർമ്മം വിവരിച്ചുകൊണ്ടാണ് അവരെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. അവരുടെ സുഹൃത്തുക്കൾ അവൻ പരാമർശിച്ചതുപോലുമില്ല. അവരെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ കഴിയാതെ പോകണേ എന്ന് ഞാൻ കൊതിച്ചിട്ടുണ്ട്. ശിക്ഷാവചനങ്ങളെ അതിനോടൊപ്പം അനുഗ്രഹത്തെക്കുറിച്ചുള്ള വചനങ്ങളും അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന് പ്രതീക്ഷയുണ്ടാകണം, ഒപ്പം ഭയവും ഉണ്ടാകണം. അതത്രേ ലക്ഷ്യം. അള്ളാഹുവിൽ നിന്ന് അനർഹമായിട്ടൊന്നും കൊതിക്കാതിരിക്കുക. സ്വയം വിനാശത്തിൽ ചെന്ന് ചാടാതിരിക്കണം എന്നതും
പരമമായി ലക്ഷ്യമായിട്ട് മനസ്സിൽ വയ്ക്കണം. എൻ്റെ ഉപദേശം ഇത്രമാത്രമാണ്, അത് അങ്ങേക്ക് സ്വീകാര്യമെങ്കിൽ കൺമുമ്പിലില്ലാത്ത യാതൊന്നും മരണത്തിൻ്റെ അത്ര അഭികാമ്യമായിട്ട് കരുതാതിരിക്കുക. അത് താങ്കളെ ബാധിക്കും തീർച്ച. ഇനി എൻ്റെ ഉപദേശം അഹിതകരമാണെങ്കിൽ മരണത്തോളം താങ്കൾക്ക് വെറുപ്പുള്ള യാതൊന്നും ഉണ്ടാവില്ല. എന്തായാലും അള്ളാഹുവിനെ അതിജീവിക്കാൻ ആർക്കും കഴിയില്ല, താങ്കൾക്കും കഴിയില്ല. ഉമർ പുറത്തു കിടന്നു. അദ്ദേഹം പോയി മറഞ്ഞ സമയത്ത് ഇരു കൈകളും ഉയർത്തിയിട്ട് അബൂബക്കർ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഇതുവഴി ഇവർക്ക് നന്മ വരയണമെന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവരുടെ കാര്യത്തിൽ ഞാൻ കലഹം ഭയക്കുകയായിരുന്നു. അങ്ങനെ നിനക്ക് നല്ലപോലെ അറിയാവുന്നൊരു കാര്യം ഞാൻ ചെയ്തു. അവർക്ക് നന്മയായിട്ട് വരും വിധം ഞാൻ അഭിപ്രായം ആരാഞ്ഞു. അവരുടെ ഉത്തമനും അവരുടെ നന്മയിലേക്ക് വഴി നടത്താൻ പ്രാപ്തനും അവരുടെ സദ്ചരിതത്തിൽ അതീവ തൽപരനുമായിട്ടുള്ള ഒരാൾക്ക് ഞാൻ അവരുടെ നേതൃത്വം ഏൽപ്പിച്ചു കൊടുത്തു. ഇതാ എനിക്ക് നിൻ്റെ വിധി അത്യാസന്നമായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഇവരുടെ കാര്യത്തിൽ നീ എനിക്ക് പകരം നിൽക്കണമേ, അവർക്ക് പിന്തുണയായിട്ട് വർത്തിക്കണമേ. ഇവർ നിൻ്റെ അടിയാറുകളാണ്, ഇവരുടെ ഉച്ചിക്കുടുമ നിൻ്റെ കൈകളിലാണത്രേ. അല്ലാഹുവേ, ഇവരുടെ നായകനെ നീ നന്നാക്കി നല്ല വഴിയിൽ നടത്തണമേ. നിൻ്റെ സച്ചരിതരായിട്ടുള്ള കുലഫാക്കളിൽ ഇദ്ദേഹത്തെയും നീ ഉമർ ബിൻ ഖത്താബിനെയും നീ ഉൾപ്പെടുത്തണമേ. ഭരണീയരായിട്ടുള്ളവരെ ഇദ്ദേഹത്തിന്, നല്ലവരായിട്ടുള്ള ഭരണീയരെ ഇദ്ദേഹത്തിന് ഇണക്കി കൊടുക്കണമേ. പൊതുധനത്തിൽ നിന്ന് വേതനം പറ്റി ജീവിക്കേണ്ടി വന്നതിൽ അബൂബക്കർ അസന്തുഷ്ടനായിട്ടാണ് കഴിഞ്ഞു വന്നിരുന്നത്. മരണക്കിടക്കിൽ കിടന്ന അദ്ദേഹം വസ്യത്ത് ചെയ്തു, നമ്മുടെ മക്കൾ മിച്ചമായിട്ടുള്ള പൊതുധനം തിരിച്ചു കൊടുക്കുക. ഈ ധനത്തിൻ്റെ യാതൊരു അംശവും ഞാൻ അനുഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇന്ന സ്ഥലത്തുള്ള എൻ്റെ ഭൂമി ഞാൻ അനുഭവിച്ച പൊതുമുതലിനായിട്ട് പകരം നൽകേണ്ടതുണ്ട്. ഉമർ ബിൻ ഖത്താബ് ആ പ്രസ്തുത ഭൂമി ഏറ്റുവാങ്ങി. അത് പൊതുധനത്തിൻ്റെ ഭാഗമായിട്ട് വകകൊള്ളിക്കുകയും ചെയ്തു. അബൂബക്കറിൻ്റെ നിർദ്ദേശം അതുവഴി അതേപോലെ പാലിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ആ അവസരത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി, അള്ളാഹു അബൂബക്കറിൻ്റെ മേൽ അനുഗ്രഹം ചൊരിയട്ടെ. തന്നെപ്പറ്റി മറ്റാർക്കും യാതൊരു ആക്ഷേപവും ഉന്നയിക്കാൻ അദ്ദേഹം അവസരം നൽകിയിട്ടില്ല. പണ്ട് നബി തിരുമേനി അബൂബക്കറിനൊരു തുണ്ട് ഭൂമി നൽകിയിരുന്നു. അത് അദ്ദേഹം കൃഷിയോഗ്യമാക്കി തോട്ടം നട്ടുപിടിപ്പിച്ച ശേഷം മകൾ ആയിഷയ്ക്ക് നൽകുകയുണ്ടായി. രോഗാതുരനായി കിടപ്പിലായപ്പോൾ ഒരു നാൾ അദ്ദേഹം മകളോട് പറഞ്ഞു, ആയിഷയോട് പറഞ്ഞു, പ്രിയ മകളെ, പൊന്നുമകളെ, നിനക്ക് സമ്പത്ത് ലഭിക്കുന്നതിൽ മറ്റാരേക്കാളും സന്തോഷിക്കുന്നവനാണ് ഞാൻ. ദരിദ്രനായിട്ട് ജീവിച്ച ഘട്ടത്തിൽ പോലും നീ മറ്റാരേക്കാളും പ്രതാപിയാണ്, അത് നിനക്കറിയാം. ആ ഭൂമി ഞാൻ നിനക്ക് നൽകിയതാണ്. ഇപ്പോൾ അതെന്നെ തിരിച്ചേൽപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. എൻ്റെ സന്താനങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ വിവരിച്ച രീതിയിൽ അത് വീതിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് അനന്തരാവകാശികൾക്ക് അവകാശപ്പെട്ടതാണ്. അവരാകട്ടെ നിൻ്റെ തന്നെ 2 സഹോദരന്മാരും 2 സഹോദരിമാരും തന്നെയാണ്. ഭാര്യ അസ്മ ആയിരിക്കണം തന്നെ കുളിപ്പിക്കേണ്ടത്. അവർക്ക് തനിച്ചതിന് കഴിയാതെ വന്നാൽ മകൻ അബ്ദുൾ റഹ്മാനെ സഹായത്തിന് കൂട്ടണം. അതും അദ്ദേഹം വസിയത്ത് ചെയ്തിരുന്നു. അബൂബക്കറിൻ്റെ അന്തിമ പ്രാർത്ഥന, ഖലീഫയുടെ അന്തിമ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു, നാഥ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിച്ചിട്ട് സുഹൃതവാന്മാരുടെ കൂട്ടത്തിൽ ചേർക്കണമേ. 15 ദിവസത്തോളമാണ് ഖലീഫ അബൂബക്കർ പനി ബാധിച്ച് കിടന്നത്. 15-ാം ദിവസം
ഖലീഫ അബൂബക്കർ എന്നേക്കുമായിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നു. വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷം തൊട്ടുടനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. മയ്യത്ത് സംസ്കരിച്ചത് രാത്രിയിലും. നബി തിരുമേനിയുടെ വിശുദ്ധ ജഡം കിടത്തിയിരുന്ന അതേ കട്ടിലിൽ കിടത്തിയാണ് അദ്ദേഹത്തിൻ്റെയും ജഡം ഖബറിലേക്ക് എടുത്തത്. ആയിഷയുടെ വീട്ടിൽ തിരുമേനിയുടെ ഖബറിനടുത്ത് തന്നെയാണ് അബൂബക്കറിൻ്റെയും ഖബർ. അന്ന് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഉമറാണ്, ഉമർ ബിൻ ഖത്താബ്. അബൂബക്കറിൻ്റെ മരണം മദീനയെ മാത്രമല്ല മുസ്ലിം ലോകത്തെ ആസകലം ദുഃഖത്തിലാഴ്ത്തി. മകൻ്റെ വിയോഗത്തെപ്പറ്റി അറിയാനിടയായപ്പോൾ പിതാവ് അബൂ ഖുഹാഫ പ്രതിവചിച്ചു, ഭീഷണമായിട്ടുള്ള വിനാശമായി. ഇനി ആരാകും പകരം അധികാരം കൈയാളുക? ആരോ ഒരാൾ സമാധാനം നൽകി, ഉമർ ബിൻ ഖത്താബ്. കൂട്ടുകാരൻ തന്നെയാണല്ലോ. കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ വത്സലനായിട്ടുള്ള ആ പിതാവ് അശക്തനായിരുന്നു. അത്രത്തോളം വാർദ്ധക്യം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. പുത്രവിയോഗം സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ദുഃഖം ഇരട്ടിച്ചു. അത് നിമിത്തമായിട്ടായിരിക്കണം പിന്നീട് 6 മാസം കൂടെ മാത്രമേ അബൂ ഖുഹാഫ ജീവിച്ചുള്ളൂ. അദ്ദേഹവും കാലഗതിയെ പ്രാപിച്ചു. അബൂബക്കറിൻ്റെ വിയോഗം മൂലം ഉളവായിട്ടുള്ള സങ്കടം, ദുഃഖഭാരം താങ്ങാനാവാതെ മകൾ ഐഷയും സഹോദരി ഉമ്മു ഫർവയും ഭാര്യമാരായ അസ്മ, ഹബീബ എന്നിവരും മറ്റ് സ്ത്രീകളോടും കൂടിയിരുന്ന് വിലപിക്കാൻ തുടങ്ങി. ഈ വിവരം ഉമർ അറിഞ്ഞു. അദ്ദേഹം അവരെ മാന്യമായ രീതിയിൽ വിലക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഉമർ ഹിഷാം ബിൻ വലീദിനോട് ഇപ്രകാരം കൽപ്പിച്ചു, അവർക്കിടയിൽ കടന്നു ചെല്ലുക, അബൂബക്കറിൻ്റെ മകളെയും സഹോദരിയെയും പിടിച്ച് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. എൻ്റെ വീട്ടിലേക്ക് കടക്കാൻ നിനക്ക് അവകാശമില്ല. ആയിഷ ഹിഷാമിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, കടന്നു ചെല്ല്, ഞാനാണ് അനുവാദം നൽകിയിരിക്കുന്നത്. ഉമർ വീണ്ടും ഹിഷാമിന് ആജ്ഞ നൽകി. ഹിഷാം വീട്ടിൽ കടന്നു ചെന്ന് ഉമ്മു ഫർവയെ ഉമറിൻ്റെ മുൻപിൽ കൊണ്ടു ചെന്നാക്കി. ഉമർ അവരെ പ്രഹരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, വിലാപം കാരണമായിട്ട് അബൂബക്കർ ശിക്ഷിക്കപ്പെടണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? നബി തിരുമേനി അരുളുകയുണ്ടായിട്ടുണ്ട്, നിശ്ചയം സ്വന്തക്കാരുടെ വിലാപം കാരണമായിട്ട് മയ്യത്ത് ശിക്ഷിക്കപ്പെടും. അതോടുകൂടി എല്ലാവരും വിലാപം നിർത്തി പിരിഞ്ഞുപോയി. ഹിജറ 13, ജമാദുൽ ആഖിർ 21, ക്രിസ്തുബ്ദം 634, ആഗസ്റ്റ് മാസം 22-ാം തീയതി. അന്നാണ് മഹാനായ ഖലീഫ, മരുഭൂമിയിലെ മഹാവസന്തമായ ഖലീഫ അബൂബക്കർ അന്ത്യശ്വാസം മരിച്ചത്. അൽഹംദുലില്ലാഹ്.